അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് കേസിൽ സിബിഐ അറസ്റ്റ് ചെയ്ത മുൻ വ്യോമസേനാ മേധാവി SP ത്യാഗിയെ റിമാൻഡ് ചെയ്തു. 7 ദിവസത്തെ സിബിഐ കസ്റ്റഡി കാലാവധി തീർന്നതോടെയാണ് മുൻ സേനാ മേധാവിയെ ഡിസംബർ 30 വരെ റിമാൻഡ് ചെയ്തത്. SP ത്യാഗി ബന്ധു സഞ്ജീവ് ത്യാഗി, അഭിഭാഷകൻ ഗൗതം ഖെയ്താൻ എന്നിവരുടെ ജാമ്യാപേക്ഷ കോടതി ബുധനാഴ്ച പരിഗണിക്കും. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് സൈനിക തലവനായിരുന്ന വ്യക്തി അഴിമതി കേസുമായി ബന്ധപ്പെട്ട് റിമാൻഡിലാകുന്നത്. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാടിൽ CBI അറസ്റ്റ് ചെയ്ത മുൻ വ്യോമസേനാ മേധാവി SP ത്യാഗിയെ ഡിസംബർ 30 വരെയാണ് കോടതി റിമാൻഡ് ചെയ്തത്. നേരത്തെ CBIയുടെ ആവശ്യപ്രകാരം ചോദ്യം ചെയ്യാനായി 7 ദിവസം മുൻ വ്യോമസേനാ മേധാവിയെ കസ്റ്റഡിയിൽ വിട്ടിരുന്നു. കസ്റ്റഡി കാലാവധി തീർന്നതോടെയാണ് മുൻ വ്യോമസേനാ മേധാവി SP ത്യാഗി, ബന്ധു സഞ്ജീവ് ത്യാഗി, അഭിഭാഷകൻ ഗൗതം ഖെയ്താൻ എന്നിവരെ റിമാൻഡ് ചെയ്തത്. ഇവരുടെ ജാമ്യാപേക്ഷ ഈ ബുധനാഴ്ച ദില്ലി പ്രത്യേക കോടതി പരിഗണിക്കും. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ കരാർ ഇറ്റാലിയൻ കമ്പനിക്ക് ഉറപ്പിക്കാൻ ഹെലികോപ്റ്ററിന് പറക്കാവുന്ന ഉയരം 6000 മീറ്ററിൽ നിന്ന് 4500 മീറ്ററാക്കി ചുരുക്കിയിരുന്നു. ഇത്തരം ഇളവുകൾ അനുവദിച്ചത് SP ത്യാഗി വ്യോമസേനാ മേധാവിയായിരുന്ന സമയത്താണ്. പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിന്റെ ഓഫീസിൽ നിന്ന് നിരന്തരം മാനദണ്ഡങ്ങൾ തിരുത്താൻ സമ്മർദ്ദമുണ്ടായി എന്നും മുൻ വ്യോമസേനാ മേധാവി കോടതിയിൽ വെളിപ്പെടുത്തിയിരുന്നു. ഈ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, സെക്രട്ടറിയും മലയാളിയുമായിരുന്ന GK പിള്ള എന്നിവരെ CBI ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ്. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് കേസിൽ പുനർവിചാരണയ്ക്ക് ഇറ്റാലിയൻ പരമോന്നത കോടതി ഉത്തരവിട്ടു. കമ്പനി മേധാവിയെ 4.5 വർഷം തടവിന് ശിക്ഷിച്ചത് മരവിപ്പിച്ച് വീണ്ടും ചോദ്യം ചെയ്യാനാണ് കോടതി ഉത്തരവ്. അതേസമയം നാഷണൽ ഹെറാൾഡ് ഭൂമി ഇടപാട് കേസ് CBIക്ക് കൈമാറാൻ ഹരിയാന സർക്കാർ തീരുമാനിച്ചു. രാഷ്ട്രീയ പകപോക്കൽ എന്ന് കോൺഗ്രസ് പ്രതികരിച്ചു. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ ഇടപാടിൽ കരാർ നേടിയെടുക്കാൻ ഇന്ത്യയിലെ രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും കൈക്കൂലി നൽകിയെന്ന് കണ്ടെത്തിയാണ് ഇറ്റാലിയൻ കോടതി നേരത്തെ കമ്പനി മേധാവി ഗീസ ഫോർസിയെ ശിക്ഷിച്ചത്. കമ്പനി CEO ഗീസ ഫോർസിയെ 4.5 വർഷത്തെ തടവിനാണ് 8 മാസം മുമ്പ് ഇറ്റാലിയൻ കോടതി വിധിച്ചത്. ഇതിന് പിന്നാലെയാണ് ശിക്ഷ മരവിപ്പിച്ച് പുനർവിചാരണ നടത്താൻ ഇറ്റാലിയൻ പരമോന്നത കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാടിൽ ഇടനിലക്കാരൻ ക്രിസ്റ്റ്യൻ മിഷേലിന്റെ ഡയറി കുറിപ്പിൽ ഇന്ത്യയിലെ പ്രമുഖ രാഷ്ട്രീയ കുടുംബത്തിന് ഇടപാടുറപ്പിക്കാൻ കോടികൾ നൽകിയെന്നും AP എന്ന ആൾക്ക് ഇതിന് ചുക്കാൻ പിടിച്ചെന്നും വെളിപ്പെടുത്തിയിരുന്നു. AP എന്നത് സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയകാര്യ സെക്രട്ടറി അഹമ്മദ് പട്ടേൽ എന്നാണ് CBI കരുതുന്നത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് കേസിൽ പുനർവിചാരണ ഇറ്റലിയിൽ നടക്കുക. കരാർ ഉറപ്പിക്കാൻ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തിയത് പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിന്റെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമായിരുന്നുവെന്ന് CBI അറസ്റ്റ് ചെയ്ത വ്യോമസേനാ മേധാവി കോടതിയിൽ വെളിപ്പെടുത്തിയിരുന്നു. അതേസമയം നാഷണൽ ഹെറാൾഡ് കേസിൽ അസോസിയേറ്റ് ജേർണൽസിന് ഭൂമി വാങ്ങിയ ഇടപാടിൽ അഴിമതി നടന്നിട്ടുണ്ടെന്ന കാര്യത്തിൽ CBI അന്വേഷണം നടത്താൻ ഹരിയാന സർക്കാർ തീരുമാനിച്ചു. എന്നാൽ രാഷ്ട്രീയ പകപോക്കൽ നടത്തുകയാണെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു. കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ തെളിവുകൾ രാഹുൽ ഗാന്ധി പുറത്തുവിടാത്തതിൽ പ്രതിപക്ഷ ഐക്യം തകർച്ചയിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇറ്റലിയിൽ വീണ്ടും പുനർവിചാരണ ആരംഭിക്കുന്നത്. വിചാരണ ഇറ്റലിയിലെങ്കിലും രാഷ്ട്രീയ പ്രതിധ്വനികൾ ഇന്ത്യയിൽ തന്നെയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. പ്രധാനമന്ത്രിക്കെതിരെ അഴിമതിക്ക് തെളിവുണ്ടെന്ന് പറഞ്ഞിട്ടും പുറത്തുവിടാത്ത രാഹുൽ ഗാന്ധിയുടെ നിലപാടിൽ കോൺഗ്രസിനകത്തും പ്രതിപക്ഷ പാർട്ടികൾക്കിടയിലും കടുത്ത അമർഷം. രാഹുൽ തെളിവുകൾ എപ്പോൾ പുറത്തുവിടുമെന്ന് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ചോദിച്ചു. അതേസമയം അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെട്ട കേസുകളിൽ കേന്ദ്രം അന്വേഷണം ഊർജിതമാക്കിയത് ഹൈക്കമാൻഡിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി. അഴിമതിയുടെ കാര്യത്തിൽ രാഹുലും മോദിയും തമ്മിൽ ഒത്തുകളിക്കുകയാണ് എന്ന തരത്തിലുള്ള ചർച്ചയും സജീവമാണ്. നോട്ട് അസാധുവാക്കിയ നടപടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഴിമതിക്ക് തെളിവുണ്ടെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം. എന്നാൽ 2 ദിവസം പിന്നിട്ടിട്ടും തെളിവുകൾ പുറത്തുവിട്ടില്ലെന്ന് മാത്രമല്ല, അനവസരത്തിൽ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ഈ അവസരത്തിൽ പ്രധാനമന്ത്രിയുമായി കൈകൊടുക്കാൻ പോകരുതെന്ന പ്രതിപക്ഷ പാർട്ടികളുടെ അഭ്യർത്ഥന തള്ളിയാണ് രാഹുലും സംഘവും മോഡിയെ കണ്ടത്. NCP, BSP, SP എന്നീ പ്രതിപക്ഷ പാർട്ടികൾ കൂടിക്കാഴ്ചയിൽ പരസ്യമായ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. രാഹുലിന്റെ നിലപാടുകൾക്കെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ കലാപക്കൊടി ഉയർന്നിട്ടുണ്ട്. പ്രധാനമന്ത്രിക്കെതിരെ തെളിവുണ്ടെന്ന് പറഞ്ഞതും മോഡിയുമായി കൂടിക്കാഴ്ച നടത്തിയതും രാഹുലിന്റെ അപക്വമായ തീരുമാനവും എടുത്തുചാട്ടവുമായിരുന്നു എന്ന അഭിപ്രായമാണ് പാർട്ടിയിലെ ഒരു വിഭാഗം മുതിർന്ന നേതാക്കൾക്കുള്ളത്. പാർലമെന്റിൽ കോൺഗ്രസിന്റെ നീക്കങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഗുലാം നബി ആസാദിനും ആനന്ദ് ശർമ്മയ്ക്കും ഉൾപ്പെടെ അമർഷമുണ്ടെന്നാണ് സൂചന. അതേസമയം അഗസ്റ്റ വെസ്റ്റ്ലാൻഡ്, നാഷണൽ ഹെറാൾഡ്, റോബർട്ട് വദ്രയുടെ ഭൂമി ഇടപാടുകൾ തുടങ്ങി അഴിമതി കേസുകളിൽ അന്വേഷണം ഊർജിതമാക്കി കേന്ദ്രം കോൺഗ്രസിന് ആഘാതം ഏൽപ്പിച്ചതാണ് രാഹുലിന്റെ മൗനത്തിന് കാരണമെന്നും വിലയിരുത്തപ്പെടുന്നു. അഴിമതിക്കാര്യത്തിൽ രാഹുലും മോഡിയും തമ്മിൽ ധാരണയിലെത്തിയെന്ന ചർച്ചകളും സജീവമാണ്. വരും ദിവസങ്ങളിലും രാഹുൽ പ്രഖ്യാപിച്ച തെളിവ് പുറത്തുവിടാതിരുന്നാൽ കോൺഗ്രസ് പാർട്ടിയുടെ വിശ്വാസ്യതയെ തന്നെ അത് സാരമായി ബാധിക്കും. M. സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി.
ദില്ലി എയിംസ് ആശുപത്രിയിൽ രോഗികളെ പിഴിഞ്ഞ് ഡിജിറ്റൽ പണമിടപാടുകൾ പ്രോത്സാഹിപ്പിക്കാൻ പുതിയ പരിഷ്കാരം. ആധാർ കാർഡ് ഇല്ലാത്ത രോഗികളുടെ രജിസ്ട്രേഷൻ ഫീസ് 10 ഇരട്ടിയായി വർദ്ധിപ്പിച്ചു. ആധാർ കാർഡ് ഉടമകൾക്ക് സൗജന്യ രജിസ്ട്രേഷൻ അനുവദിക്കും. പണരഹിത ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി പ്രീപെയ്ഡ് കാർഡും ഏർപ്പെടുത്തും. പണരഹിത ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുക എന്ന കേന്ദ്ര സർക്കാർ നയത്തിന് പിന്തുണ നൽകാനാണ് എയിംസിൽ പുതിയ പരിഷ്കാരം നടപ്പാക്കുന്നത്. ആധാർ കാർഡ് ഇല്ലാത്ത രോഗികളുടെ രജിസ്ട്രേഷൻ ഫീസ് 10 ഇരട്ടി കൂട്ടി. നിലവിൽ 10 രൂപയുള്ള സ്ഥാനത്താണ് ജനുവരി 1 മുതൽ 100 രൂപ ഈടാക്കുന്നത്. അതേസമയം ആധാർ കാർഡ് ഉള്ളവർക്ക് രജിസ്ട്രേഷൻ സൗജന്യമാക്കി. രജിസ്റ്റർ ചെയ്ത രോഗികൾക്ക് യൂണിക് ഹെൽത്ത് ഐഡന്റിഫിക്കേഷൻ കാർഡ് നൽകുകയാണ് ഇപ്പോഴത്തെ പതിവ്. UHID നമ്പർ ആധാർ നമ്പറുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള വിജ്ഞാപനം ഇറക്കണമെന്ന് എയിംസ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. രോഗികളെ പിഴിയാനുള്ള എയിംസിന്റെ തീരുമാനം ദൗർഭാഗ്യകരമാണെന്നും സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണെന്നും PK ബിജു MP പറഞ്ഞു. പൊതുജനങ്ങളുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി ആധാറുമായി നിർബന്ധിതമായി കൂട്ടിച്ചേർക്കാൻ പാടില്ല എന്ന നിർദ്ദേശത്തിന് വിരുദ്ധമായിട്ടുള്ള നടപടിയാണ് ആധാർ കാർഡ് ഇല്ലാത്ത രോഗികളുടെ മേൽ അമിത ചാർജ് ഏർപ്പെടുത്താനുള്ള തീരുമാനം. ഇത് അടിയന്തിരമായി പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഡിജിറ്റൽ പണമിടപാട് പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി പ്രീപെയ്ഡ് കാർഡും എയിംസ് പുറത്തിറക്കും. ആധാർ കാർഡ് ഇല്ലാത്തവർക്ക് ഫീസ് കുത്തനെ കൂട്ടിയതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. ഡിജിറ്റൽ പണമിടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതെല്ലാം നല്ല കാര്യം തന്നെ. എന്നാൽ പാവപ്പെട്ട രോഗികളുടെ ആശ്രയ കേന്ദ്രമായ എയിംസ് ആശുപത്രിയെ തന്നെ ഇതിന്റെ പരീക്ഷണ കേന്ദ്രമായി മാറ്റണോ എന്നതാണ് ഉയരുന്ന ചോദ്യം. ദില്ലിയിലെ എയിംസ് ആശുപത്രിക്ക് മുന്നിൽ നിന്നും ക്യാമറമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം M സന്തോഷ്. മത്സ്യബന്ധന ബോട്ട് യന്ത്ര തകരാറിനെ തുടർന്ന് കടലിൽ കുടുങ്ങി. നീണ്ടകരയിൽ നിന്നും പോയ ബോട്ടാണ് കുടുങ്ങിയത്. 7 മത്സ്യത്തൊഴിലാളികളാണ് ബോട്ടിലുള്ളത്. രാജ്കുമാർ വിവരങ്ങൾ നൽകും. രാജ്കുമാർ, എന്തായിരുന്നു സംഭവിച്ചത്? നീണ്ടകരയിൽ നിന്ന് ഇന്നലെ ഉച്ചയ്ക്ക് 3 മണിക്ക് മത്സ്യബന്ധനത്തിന് പോയ നീണ്ടകര സ്വദേശി ജോയിയുടെ യേശു ആരാധ്യൻ എന്ന ബോട്ടാണ് ഇപ്പോൾ കടലിൽ കുടുങ്ങിയിട്ടുള്ളത്. യന്ത്ര തകരാറിനെ തുടർന്ന് ഈ ബോട്ട് ഇപ്പോൾ കടലിൽ ഒഴുകി നടക്കുകയാണ്. ഇതില് 7 മത്സ്യത്തൊഴിലാളികളുണ്ട്. 5 മലയാളികളും 2 ബംഗാളികളും ഉൾപ്പെടെയാണ്. തങ്കച്ചൻ, സേവിയർ, സന്തോഷ്, പ്രസാദ്, ഫൽബ്ര എന്നീ 5 മലയാളികളും മറ്റ് 2 ബംഗാളികളും ഉൾപ്പെടെയാണ് ഇപ്പോൾ ഈ ബോട്ടിൽ ഉള്ളത്. കായംകുളത്ത് നിന്ന് ട്രെയിൻ എൻഫോഴ്സ്മെന്റിന്റെ ഒരു സംഘം ഈ മറ്റൊരു ഫിഷിംഗ് ബോട്ടിൽ അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഇവർ ഈ ബോട്ട് പോയതിനു ശേഷമായിരിക്കും ആ ബോട്ട് പിടിച്ചു കെട്ടി തീരത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരം. മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയുടെ ഇടപെടലിനെ തുടർന്നാണ് ഇപ്പോൾ സാംസൺ ബിൽഡേഴ്സ് ഫ്ളാറ്റ് തട്ടിപ്പ് കേസിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കേസ് അന്വേഷണം കൂടുതൽ സിനിമാ താരങ്ങളിലേക്കും നീളുന്നു. അറസ്റ്റിലായ സിനിമാ താരം ധന്യ മേരി വർഗീസ് ഉൾപ്പെടെയുള്ള പ്രതികൾ പലരിൽ നിന്നും തട്ടിയെടുത്ത കോടികൾ ഉപയോഗിച്ച് കൊച്ചിയിലും ബാംഗ്ലൂരിലും ഭൂമിയും ഫ്ളാറ്റും വാങ്ങിയതായി പോലീസിന് സൂചന ലഭിച്ചു. അതേസമയം കേരളത്തിൽ ഇവർ ഭൂമി വാങ്ങിയിട്ടുണ്ടോ എന്നറിയാൻ രജിസ്ട്രേഷൻ IG-ക്കും അന്വേഷണ സംഘം അപേക്ഷ നൽകിയിട്ടുണ്ട്. സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ പേരിൽ ഫ്ളാറ്റുകളും വില്ലകളും നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞ ആവശ്യക്കാരിൽ നിന്ന് കോടികൾ തട്ടിയെടുത്ത കേസിൽ പ്രതികളായ നടി ധന്യ മേരി വർഗീസിന്റെയും കുടുംബത്തിന്റെയും തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പലരിൽ നിന്നായി ഇവർ തട്ടിയെടുത്ത 130-ലധികം കോടി രൂപ ഉപയോഗിച്ച ധന്യ മേരി വർഗീസും ഭർത്താവും നടനുമായ ജോൺ ജേക്കബും കൊച്ചിയിലും ബാംഗ്ലൂരിലും വസ്തുക്കളും ഫ്ളാറ്റും വാങ്ങിക്കൂട്ടിയതായി പോലീസിന് വിവരം ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കാനും ഊർജിതമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇവർ ഭൂമിയോ ഫ്ളാറ്റോ വാങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ അന്വേഷണ സംഘം രജിസ്ട്രേഷൻ IG-ക്ക് കത്ത് നൽകി. ഇക്കാര്യത്തിൽ തിങ്കളാഴ്ച കൂടുതൽ വിവരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭ്യമാകും. തിരുവനന്തപുരത്ത് ധന്യയ്ക്ക് 3 ഫ്ളാറ്റുകളുണ്ടെന്ന് പോലീസ് കണ്ടെത്തി. തങ്ങൾ തട്ടിയെടുത്ത പണം വസ്തുക്കളും ഫ്ളാറ്റുകളും വാങ്ങിക്കാൻ ഉപയോഗിച്ചുവെന്ന് ചോദ്യം ചെയ്യലിൽ 3 പ്രതികളും പറഞ്ഞിട്ടുണ്ട്. ധന്യ മേരി വർഗീസ്, ഭർത്താവും നടനുമായ ജോൺ ജേക്കബ് എന്നിവർ തങ്ങളുടെ താരപരിവേഷം തട്ടിപ്പിനായി പ്രയോജനപ്പെടുത്തി. ധന്യ മേരി വർഗീസ് കമ്പനി ഡയറക്ടർ എന്ന തരത്തിലുള്ള ബ്രൗഷറുകൾ നൽകി തട്ടിപ്പ് നടത്തിയെന്നതും പ്രാഥമിക ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. വിശദമായ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി റിമാൻഡിലുള്ള ധന്യ മേരി വർഗീസ്, ജോൺ ജേക്കബ്, സാമുവൽ ജേക്കബ്, ജേക്കബ് സാംസൺ എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങുന്നുണ്ട്. അതേസമയം തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾക്ക് ചില സിനിമാ താരങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചു. ഇതിനിടെ ഫ്ളാറ്റ് തട്ടിപ്പിനിരയായവർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നിലമ്പൂരിൽ പോലീസ് വെടിവയ്പിൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റ് നേതാവ് അജിതയുടെ മൃതദേഹം സംസ്കരിച്ചു. പോലീസിന്റെ മേൽനോട്ടത്തിൽ കോഴിക്കോട് വെസ്റ്റ് ഹിൽ ശ്മശാനത്തിലാണ് സംസ്കാരം നടന്നത്. ഇന്ത്യയിലെ പരിസ്ഥിതി മാധ്യമ പ്രവർത്തകരുടെ സംഘടനയായ FEJ-യും
ബംഗളൂരു ആസ്ഥാനമായുള്ള വാനഗവേഷണ ഏജൻസിയായ ട്രീയും ചേർന്ന് പരിസ്ഥിതി മാധ്യമ പ്രവർത്തകർക്കായി ഏർപ്പെടുത്തിയ മാധ്യമ ഫെലോഷിപ്പ് പീപ്പിൾ ടിവിന്റെ സീനിയർ ന്യൂസ് എഡിറ്റർ കെ രാജേന്ദ്രന്. കാലാവസ്ഥാ വ്യതിയാനം, പശ്ചിമഘട്ട മലനിരകളിൽ ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളെക്കുറിച്ച് റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതിനാണ് പുരസ്കാരം. 1 ലക്ഷം രൂപയാണ് ഫെലോഷിപ്പ് തുക. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ദീർഘകാല സാമൂഹിക ഉത്തരവാദിത്ത പദ്ധതിയുടെ ഭാഗമായി ആവിഷ്കരിച്ച SIB സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തു. E. ശ്രീധരനാണ് 42 വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തത്. കുട്ടികൾ, സ്ത്രീകൾ, പ്രായമായവർ, ഭിന്നശേഷിയുള്ളവർ തുടങ്ങിയവരുടെ തൊഴിൽപരമായ വൈദഗ്ധ്യം വർദ്ധിപ്പിക്കുന്നതിനും ഉപജീവനം സാധ്യമാക്കുന്നതിനുമുള്ള വിദ്യാഭ്യാസ പദ്ധതികൾ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കോളർഷിപ്പ് ആരംഭിച്ചത്. ചടങ്ങിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് MDയും CEOയുമായ VG മാത്യു, ജനറൽ മാനേജർ VL പോൾ, ശിവകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ബോധ്യവും ഉത്തരവാദിത്വവുമുള്ള തീർത്ഥാടനം, ഇതാണ് ശബരിമലയിൽ പുണ്യം പൂങ്കാവനം പദ്ധതി ലക്ഷ്യം വെക്കുന്നത്. അയ്യപ്പന്റെ പൂങ്കാവനത്തെ മാലിന്യമുക്തമാക്കുന്നതിനായി ആയിരങ്ങളാണ് പുണ്യം പൂങ്കാവനം പദ്ധതിയുടെ ഭാഗമായി ഓരോ വർഷവും പ്രവർത്തിക്കുന്നത്. മാലിന്യമുക്തമായ തീർത്ഥാടനമെന്ന ലക്ഷ്യത്തോടെ സന്നിധാനത്ത് അയ്യപ്പ ഭക്തന്മാരാൽ നടക്കുന്ന ശുചീകരണ പ്രവർത്തനമാണ് പുണ്യം പൂങ്കാവനം പദ്ധതി. ജഡ്ജി മുതൽ തെരുവോരങ്ങളിൽ ജോലി ചെയ്യുന്നവർ വരെ ശബരിമലയിലെത്തിയാൽ ഇതിന്റെ ഭാഗമാകും. മാലിന്യം കൊണ്ട് വീർപ്പുമുട്ടുന്ന ശബരിമലയുടെ മുഖഛായ തന്നെ മാറ്റിമറിക്കാൻ പോന്നതാണ് പദ്ധതി. പുണ്യം പൂങ്കാവനത്തിന്റെ നോഡൽ ഓഫീസർ P. വിജയൻ IPS. ഇനിയും കുറെ കാലം കൂടെ കഴിയുമ്പോൾ ഓരോരോ അയ്യപ്പ ഭക്തന്റെ മനസ്സിൽ ഇവിടെ ഒരു തുണ്ട് വേസ്റ്റ് പോലും ഇടരുത് എന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മളുടെ ശ്രമിക്കുന്ന കാര്യം. കേവലമായ മാലിന്യ നിർമ്മാർജ്ജനം മാത്രമല്ല പദ്ധതിയുടെ ലക്ഷ്യം. ബോധവൽക്കരണം മുതൽ പുതിയ തീർത്ഥാടന സംസ്കാരം രൂപപ്പെടുത്തുന്നതിലും പദ്ധതി ശ്രദ്ധ പതിപ്പിക്കുന്നു. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും അനാവശ്യമായി അയ്യപ്പ ഭക്തർ കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക്കുകൾ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ പദ്ധതിക്കായിട്ടുണ്ട്. വരും വർഷങ്ങളിൽ മാലിന്യമുക്ത ശബരിമല എന്നത് യാഥാർത്ഥ്യമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പദ്ധതിയുടെ പിന്നണി പ്രവർത്തകർ. ന്യൂസ് ബ്യൂറോ, ശബരിമല. ISLൽ കന്നിക്കിരീടം ലക്ഷ്യമിടുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ കൊൽക്കത്തയെ നേരിടും. കൊച്ചിയിൽ വൈകിട്ട് 7-നാണ് മത്സരം. ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ അവസാനവട്ട പരിശീലനം പൂർത്തിയാക്കി. ഫൈനലിൽ എതിരില്ലാത്ത 1 ഗോളിനും രണ്ടാം സെമിയിൽ ഷൂട്ടൌട്ടിൽ 3-0 ഡൽഹിയെ തളച്ച കേരള ബ്ലാസ്റ്റേഴ്സ് തികഞ്ഞ പ്രതീക്ഷയിലാണ് ഫൈനലിനിറങ്ങുന്നത്. ഹോം ഗ്രൗണ്ടായ കലൂർ സ്റ്റേഡിയത്തിൽ തുടർച്ചയായി 6 ജയം സ്വന്തമാക്കിയ അവർ കൊൽക്കത്തയെ തളച്ച് കന്നിക്കിരീടം ചൂടാമെന്ന കണക്കുകൂട്ടലിലാണ്. ISL ആദ്യ സീസണിൽ കൊൽക്കത്തയോട് പരാജയപ്പെട്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ചാമ്പ്യൻ പട്ടം പൊലിഞ്ഞത്. അതിനൊരു മറുപടി നൽകാനുള്ള ഈ സുവർണാവസരം കോപ്പലും കുട്ടികളും മുതലാക്കുമെന്ന് പ്രതീക്ഷിക്കാം. ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ അവസാനവട്ട പരിശീലനം പൂർത്തിയാക്കി. സെമിഫൈനലുകളിൽ മഞ്ഞക്കാട് കണ്ടതിനാൽ പ്രതിരോധ താരം ഹോസു കളിക്കില്ല എന്നത് ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയാണ്. മുംബൈയെ ആദ്യ സെമിയിൽ 3-2 രണ്ടാം സെമിയിൽ ഗോൾ രഹിത സമനിലയിലും തളച്ചാണ് കൊൽക്കത്ത അവസാന അംഗത്തിന് ഇടം നേടിയത്. ഫൈനലിന് സാക്ഷിയാകാൻ ടീമുടമകളായ സച്ചിൻ ടെണ്ടുൽക്കറും സൗരവ് ഗാംഗുലിയും അടക്കമുള്ള പ്രമുഖരെത്തുമെന്നതിനാൽ കനത്ത സുരക്ഷയാണ് കലൂർ സ്റ്റേഡിയത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.